നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 163 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. ഇന്ന് നമുക്ക് 164 ശ്ലോകം മുതൽക്ക് വായിക്കാം. നാവും നാരായണേത്യക്ഷരവും ഒരു ദിനം തമ്മിലേക്കീഭവിച്ചാൽ ചാവുന്നേരത്തു നോവാൻ കഴിവരയമനും ദൂരെ നിന്നിടുമല്ലോ. നാവേ നാലക്ഷരം നീയൊരു പൊഴുതുമുപേക്ഷിക്കൊലാ ദൈവയോഗാലീ വണ്ണം വന്നതെന്നാൽ അമൃതമനുഭവിച്ചിടു നാരായണേതി. നാവും നാരായണ എന്നുള്ള അക്ഷരവും ഒരിക്കൽ ഏകീഭവിച്ചാൽ, എപ്പോഴെങ്കിലും ഒരു ദിനം തമ്മിൽ ഏകീഭവിച്ചാൽ, എപ്പോഴെങ്കിലും തമ്മിൽ ഏകീഭവിച്ചാൽ എന്ന് വെച്ചാൽ നാവ് കൊണ്ട് നാരായണ എന്നുള്ള ആ നാമം ഉച്ചരിച്ചാൽ ചാവുന്നേരത്തു നോവാൻ കഴിവര യമനും ദൂരെ നിന്നിടുമല്ലോ. മരണസമയത്ത് നോവാൻ, നമ്മളെ വേദനിപ്പിക്കാൻ സാധിക്കില്ല. കഴിവര എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സാമർഥ്യമില്ലാതെയാവും. എന്നിട്ട് യമനും ദൂരെ നിന്നിടുമല്ലോ. ആ യമദൂതന്മാര് നമ്മുടെ അടുത്തേക്ക് വരില്ല എന്നർത്ഥം. ദൂരെ മാറി നിൽക്കും എന്ന്. അതുകൊണ്ട് അല്ലയോ നാവേ, നാരായണ എന്നുള്ള ഈ 4 അക്ഷരം ഒരു പൊഴുതും ഉപേക്ഷിക്കല, ഒരിക്കലും ഉപേക്ഷിക്കരുത്. കാരണം ദൈവയോഗാൽ ഈ വണ്ണം വന്നത്, ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു അവസരം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ നാരായണ എന്ന അമൃതം അനുഭവിച്ചുകൊള്ളൂ. എന്ന് വെച്ചാൽ ഭക്തിയോടുകൂടി നാമം ജപിച്ചിട്ട് അമൃതം നേടിക്കോളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമരത്വം നേടിക്കോളൂ, മൃത്യുവിനെ ജയിച്ചോളൂ എന്നൊക്കെയാണ് അർത്ഥം. എന്ന് വെച്ചാൽ നാമം ജപിച്ച് ഈ ജീവാത്മാവും പരമാത്മാവും ഒക്കെ ഒന്നാണ് എന്നുള്ള ആത്മസാക്ഷാത്കാരം നമുക്ക് നേടാം എന്നാണ് പറയുന്നത്. അതുപോലെ ഈ മരണസമയത്ത് നാരായണ എന്നുള്ള ഈ അക്ഷരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ യമദൂതന്മാര് അകലെ മാറി നിൽക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അജാമിളന്റെ കഥ. ഇനി അടുത്ത ശ്ലോകം വായിക്കാം. മേഘശ്യാമളമംഗവും മകുടവും പൂവും ചെവിത്തോടയും രാഗാചന്ദ്രനു നാണമാം വദനവും മാർമാലയും മുദ്രയും ആകും വണ്ണമനേകഭൂഷണയുതം നിന്മയി കുറിക്കൊണ്ടു ഞാൻ പോകുന്നേൻ ഭഗവൻ ജനാർദ്ദന ഭവത്കാരുണ്യപാധേയവാൻ. മേഘശ്യാമളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘം പോലെ ശ്യാമള നിറമുള്ളത്, കറുത്ത നിറമുള്ള അംഗവും ശരീരവും മകുടവും കിരീടവും പൂവും, കയ്യില് ആ താമരപ്പൂ പിടിച്ചു നിൽക്കുന്നുണ്ട്, ചെവിത്തോടയും കാതുകളിലുള്ള ആ തോട കുണ്ടലങ്ങളും, പിന്നെ രാഗാചന്ദ്രനു നാണമാം വദനവും, പൂർണ്ണചന്ദ്രനു പോലും നാണം തോന്നും വിധമുള്ള മുഖകാന്തിയും, മാർമാലയും മുദ്രയും, മാറിലെ ആ മാല, പിന്നെ മുദ്രയും എന്ന് വെച്ചാൽ മാറിലുള്ള ശ്രീവത്സം എന്നുള്ള ആ മറുകും, ഇങ്ങനെ അനേക വിധത്തിലുള്ള അലങ്കാരങ്ങളോട് കൂടിയ നിന്മയി, അവിടുത്തെ ആ രൂപം ആകും വണ്ണം, എനിക്ക് ആവുന്ന വണ്ണം കുറിക്കൊണ്ട്, ഞാൻ മനസ്സിൽ ധരിച്ചുകൊണ്ട്, ഭഗവൻ ജനാർദ്ദന, ഭഗവാനെ ജനാർദ്ദന, ഭവൽ കാരുണ്യപാധേയവാൻ, അവിടുത്തെ ആ കാരുണ്യമായ പാധേയം. പാധേയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ആ മാർഗമധ്യേ കഴിക്കാനുള്ള ഭക്ഷണം, പൊതിച്ചോറ് എന്നൊക്കെയാണ് അർത്ഥം. ആ പാധേയവും കൊണ്ട് ഞാൻ പോകുന്നേൻ, ഞാൻ എൻ്റെ ജീവിതം നയിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള അവിടുത്തെ ആ രൂപം എനിക്ക് കഴിയുന്ന വിധത്തിൽ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ ആ കാരുണ്യത്തെ മാത്രം പാധേയമാക്കി വെച്ചുകൊണ്ട്
ഈ ജീവിതയാത്ര നടത്തുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഈ ജീവിതയാത്രയിൽ അവിടുത്തെ ആ കാരുണ്യം മാത്രമാണ് എനിക്ക് ആശ്രയം എന്നാണ് ഉദ്ദേശിച്ചത്. അതുപോലെ പറയട്ടെ, ഈ പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലൂടെ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് 1 കൊല്ലം കഴിഞ്ഞു. ഇനി ഒരു 4 ശ്ലോകങ്ങൾ കൂടി കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ കർണാമൃതം അവസാനിക്കുകയായി. ഈ ശ്രീകൃഷ്ണ കർണാമൃത യാത്രയിൽ എന്നോടൊപ്പം ചേർന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവരോടും ഞാൻ എൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു. ഞാനത് ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു യാത്ര എന്നുള്ളൊരു ഭാഗം വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ തുടങ്ങിയപ്പോൾ നമുക്കൊപ്പം യാത്ര തുടങ്ങാം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇനി ഒരു 4 ശ്ലോകങ്ങൾ കൂടി ഉണ്ട് ശ്രീകൃഷ്ണ കർണാമൃതം. എന്തായാലും അത് നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ